ഫൈൻ അഗ്രിഗേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫിൽ ദി വോയിഡ്സ് ആണ്, വോയിഡ്സിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കോഡ് പ്രകാരം പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസിന് മീഡിയംസ് ആൻഡ് സോൺ സെക്കൻഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ കോഡ് ബുക്ക് അല്ലെങ്കിൽ BIS റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സാൻഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് തമിഴ്നാട് ചെന്നൈയിലെ എന്നോർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി നമ്മൾ ഇതിൻ്റെ സോണിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അറിയേണ്ടത്. സോൺ 1 എന്ന് പറഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റ് ആണ്, വെരി കോഴ്സ്. സോൺ 2 മീഡിയം ആണ്. സോൺ 3 ഫൈന്. സോൺ 4 വെരി ഫൈൻ. ഈ സോണ് അറിഞ്ഞിരിക്കുക. ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്, സോൺ 1 ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഫൈൻ അഗ്രിഗേറ്റ് കഴിഞ്ഞു. നമ്മളിനി നോക്കാൻ പോകുന്ന കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. കോഴ്സ് അഗ്രിഗേറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. RCCയിലാണെങ്കിൽ അത് 20 mm, PCCയിലാണെങ്കിൽ 40 mm ആണ് വരുന്നത്. അതുപോലെ നമ്മൾ സിമെൻറ്റ് ഫ്ലോറൊക്കെ ചെയ്യുന്ന സമയത്ത് 10 mm കൂടാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. RCC 20 mm, PCC 40 mm. ഇനി അടുത്ത് പറയുന്ന വാട്ടറിൻ്റെ കാര്യമാണ്. വാട്ടർ പറയുമ്പോൾ വാട്ടറിൻ്റെ pH അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പോർട്ടബിൾ വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വാട്ടർ പറയുമ്പോൾ പോർട്ടബിൾ വാട്ടറാണ് നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ pH എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ലെസ് ദാൻ 6. ഓക്കെ, ഷുഡ് നോട്ട് ലെസ് ദാൻ 6 ആണ് pH പറയുന്നത്. ഓക്കെ, ഷുഡ് നോട്ട് ലെസ് ദാൻ 6, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുന്ന സമയത്ത് സ്ട്രെങ്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ടർ സിമെൻറ്റ് എന്ന് വെച്ചാൽ വാട്ടർ കൂടുതലും സിമെൻറ്റ് കുറവ്. അപ്പോൾ ആ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുന്ന സമയത്ത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് കോൺക്രീറ്റിൻ്റെ മിക്സ് പ്രൊപ്പോർഷൻ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കോൺക്രീറ്റിൻ്റെ മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ചോദിക്കുന്നതാണ്. ഓവർസിയറിനും എയ്ക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. M5 1:5:10, M7.5 1:4:8, M10 1:3:6, M15 1:2:4, M20 1:1.5:3, M25 1:1:2. ഇമ്പോർട്ടൻ്റ് ആണ്, ബൈ ഹാർട്ട് ചെയ്ത് വച്ചേക്കാം. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിന് ഏതൊക്കെ ഗ്രേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അത് ഓവർസിയറും ചോദിക്കാറുണ്ട്, എയ്ക്കും ചോദിക്കാറുണ്ട്. RCC ഫോർ ജനറൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് M20. വാട്ടർ ടാങ്ക് ആണെങ്കിലും M20. സീ വാട്ടർ കൺസ്ട്രക്ഷൻ M30. സീ വാട്ടർ കൺസ്ട്രക്ഷൻ PCC ആണെങ്കിൽ RCC M30, PCC ആണെങ്കിൽ M20. പ്രീ സ്ട്രെസ് അല്ലെങ്കിൽ പ്രീ ടെൻഷനിങ് M40, പോസ്റ്റ് ടെൻഷനിങ് M30 ആണ് വരുന്നത്. ഓക്കെ, ഇതും പഠിച്ചു വെക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ 1-2 പോയിൻറ്റ്സ് നിങ്ങൾക്ക് പറയാം, നമുക്ക് നോക്കാം. യങ്സ് മോഡുലസ്, അടുത്ത പോയിൻ്റാണ് യങ്സ് മോഡുലസ് എന്താണെന്ന് നമ്മൾ മോസിലൊക്കെ പഠിച്ചതാണ്. യങ്സ് മോഡുലസിന് വേറൊരു പേര് കൂടെ പറയുന്നുണ്ട്, സീക്കൻഡ് മോഡുലസ്. യങ്സ് മോഡുലസിനെ പറയുന്ന വേറൊരു പേരാണ് സീക്കൻഡ് മോഡുലസ് എന്ന് പറയുമ്പോൾ യങ്സ് മോഡുലസ് ആണെന്ന് അറിഞ്ഞിരിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ യങ്സ് മോഡുലസ് അറിഞ്ഞിരിക്കണം, സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് അറിഞ്ഞിരിക്കണം. സ്റ്റീൽ നമുക്കറിയാവുന്നതാണ് 2×10⁵ Nm/mm² ആണ് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഇനി കോൺക്രീറ്റിൻ്റെ എന്താണെന്ന് വെച്ചാൽ 5000√FCK. ഇത് കോഡ് ബുക്കിൽ തന്നെ മെൻഷൻ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്, 5000√FCK. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ് ബുക്കിലുണ്ടെന്ന് പറഞ്ഞത്. എന്താണ് 5000√FCK ആണ് വരുന്നത്, 5000√FCK. അതെന്താണ്, കോൺക്രീറ്റിൻ്റെ യങ്സ് മോഡുലസ് ആണ്. ഇതുപോലെ തന്നെ നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് അറിഞ്ഞിരിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ FCR = 0.7√FCK. ഇതൊക്കെ കോഡ് ബുക്കിലുള്ളത് കൊണ്ട് ഇനിയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ ചോദിച്ചാൽ FCR = 0.7√FCK. ഇതല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് മോഡുലസ് ഓഫ് റപ്ചർ എന്നും ചോദിക്കാം, മോഡുലസ് ഓഫ് റപ്ചർ എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഡ് ബുക്ക് പ്രകാരമുള്ള ആ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്.
ഗ്രേഡ്സ് ബേസ് ചെയ്തിട്ട് കോൺക്രീറ്റ് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഓർഡിനറി എന്ന് പറയുമ്പോൾ 10 to 20 ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 25 to 55. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 60 to 80 ആണ് വരുന്നത്. IS 456 2000 പ്രകാരമുള്ള വാല്യൂസ് ആണ്. ഇതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കംപ്രസീവ് സ്ട്രെങ്ത് 150 mm എന്ന് വെച്ചാൽ 15 mm സെൻറ്റിമീറ്ററിലുള്ള ട്യൂബ്സ് കൺസ്ട്രക്ട് ചെയ്ത് 28 ഡേയ്സ് ക്വയറിങ്ങിന് ശേഷം അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്തിൻ്റെ വാല്യൂ കൂടെ കൊടുത്തിട്ടുണ്ട്. M10 ആണെങ്കിൽ 10 തന്നെയാണ്, 15 15, 20 20 എളുപ്പമുണ്ട്. സെയിം വാല്യൂസ് നോക്കിയാൽ മതി. 25 ആണെങ്കിൽ 25, 30, 35, 40, 45, 50, 55 ആ കറസ്പോണ്ടിങ് വാല്യൂ തന്നെയാണ് വരുന്നത്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ എത്രയാണ് കോൺക്രീറ്റ് ആണ് പറഞ്ഞത്. കോൺക്രീറ്റിൻ്റെ ക്യൂബ് കാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എത്രയായിരിക്കണം? 15 സെൻറ്റിമീറ്റർ. ആ 15 സെൻറ്റിമീറ്ററും 28 ദിവസം ക്വയറിങ്ങിൻ്റെ ആ ഒരു പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂസാണ് ഓരോ ഗ്രേഡിനും എത്രയെന്ന് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു RCCയിൽ എന്തുകൊണ്ട് സ്റ്റീൽ ബാസ് തന്നെ യൂസ് ചെയ്തു എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. സ്റ്റീൽ ബാസ് തന്നെ യൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റും സ്റ്റീൽ ബാർസിനും ഇടയിൽ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും തന്നെ നടക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിന് ലീനിയർലി ഉണ്ടാകുന്ന എക്സ്പാൻഷൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേ വാല്യൂ, നിയർലി സെയിം ആയിട്ടുള്ള വാല്യൂസാണ് വരുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ സ്റ്റീൽ തന്നെ യൂസ് ചെയ്യാൻ ഉള്ള കാരണം. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് വാല്യൂസ്, കോഡ് ബേസ് ചെയ്തിട്ടുള്ള വാല്യൂസ് ഒന്ന് ബൈ ഹാർട്ട് ആക്കിയിരിക്കാം. ഓക്കെ, ഇത് പെർമിസിബിൾ ലിമിറ്റ് ഓഫ് സോളിഡ്സ് ആണ്. നമ്മൾ സോളിഡ്സിന് വേണ്ടിയിട്ടുള്ള പെർമിസിബിൾ ലിമിറ്റാണ്. ഓർഗാനിക് ആണ് എങ്കിൽ 200 mg/L, ഇനോർഗാനിക് 3000 mg/L, സൾഫേറ്റ്സ് 400 mg/L, ക്ലോറൈഡ് 2000 mg/L. ഓക്കെ, ഇത് വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ സസ്പെൻഡഡ് മാറ്റേഴ്സും പറയുന്നുണ്ട് 2000 mg/L. അതുപോലെ തന്നെ ഇതിൻ്റെ കോഡും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം കോഡ് കോമൺ ആണ്. 3025 IS 3025 ആണ് കോഡെന്ന് പറയുന്നത്. ഇതിന് പാർട്ട് വ്യത്യാസമാണ്. ആദ്യത്തെ ഓർഗാനിക്കും ഇനോർഗാനിക്കും പാർട്ട് 18 ആണ്, സൾഫേറ്റ്സ് 24ഉം ക്ലോറൈഡ് 32, അതുപോലെ സസ്പെൻഡഡ് മാറ്റേഴ്സ് 17. അപ്പം കോഡ് കോമൺ ആണ്, ആ പാർട്ട് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി എല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ല ധൈര്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ പ്രീവിയസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോവാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോൺക്രീറ്റിൻ്റെ ഗ്രേഡും അവിടെ ഉണ്ടാകുന്ന പെർമിസിബിൾ സ്ട്രെസ്സ്. ആ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് ബെൻഡിങ്ങും ഡയറക്റ്റ് നമ്മൾ ഇത്രയുമെങ്കിലും പോർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിൽ വേറൊന്നും അല്ല മെൻഷൻ ചെയ്യുന്നത്. ബെൻഡിങ് വരുന്ന സമയത്തും ഫ്ലെക്ചർ ഉണ്ടാകുന്ന സമയത്തും ഉള്ള ഫ്ലെക്ചറുള്ള ഡയറക്റ്റായിട്ടും ഉള്ള സമയത്തുള്ള ആ ഒരു പെർമിസിബിൾ സ്ട്രെസ് എത്രയെന്നാണ്. കംപ്രഷൻ സൈഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് M10 എടുക്കുമ്പോൾ 3, അതുപോലെ തന്നെ 2.5, M15 5, 4, 27 5, 25 8.5 6, 30 10 8, 35 11.5 9, 40 13 10. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. M40 വരെ അല്ല ഉള്ളത്, 2 വാല്യൂടെ ഗ്രേഡ്സ് കൂടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് M45ഉം ഒന്ന് M50 ആണ്. M45 എന്ന് പറയുമ്പോഴത്തേക്കും 14.5ഉം M50 എന്ന് പറയുമ്പോഴത്തേക്കും 16ഉമാണ് ബെൻഡിങ്ങിൻ്റെ വാല്യൂ വരുന്നത്. ഡയറക്റ്റ് വരുന്ന സമയത്ത് M45 എന്ന് പറയുന്നത് 11ഉം M50 12ഉമാണ് വരുന്നത്. ഓക്കെ, അപ്പം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ടേക്കുക. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ക്രീപ്പാണ്, ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. ക്രീപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എലോങ്ങേഷൻ, കോൺക്രീറ്റിൻ്റെ എലോങ്ങേഷൻ ആ ടൈമിനനുസരിച്ച് തന്നെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. വളരെ സ്ലോ ആയിട്ടും അതുപോലെ വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു ഡിഫോർമേഷനാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഈ ക്രീപ്പ് കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഏജ് ഓഫ് കോൺക്രീറ്റും എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ക്രീപ്പ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്രീപ്പ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏജ് ഓഫ് ലോഡിംഗ് ആണ്. അത് ഈ ടേബിൾ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏജ് അറ്റ് ലോഡിങ്ങും ക്രീപ്പ് കോഎഫിഷ്യൻറ്റും.
7 ഡേയ്സിലാണ് നോക്കുന്നതെങ്കിൽ ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് 2.2 ആണ്. അപ്പോൾ ഡേയ്സ് കൂടുന്നതനുസരിച്ച് ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് കുറയും. 28 ഡേയ്സിൽ 1.6, 1 ഇയർ എന്ന് പറയുമ്പം 1.1 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി തെർമൽ എക്സ്പാൻഷൻ്റെ വാല്യൂ ക്വാർട്സൈറ്റ് ആണെങ്കിൽ 1.2 to 1.3 × 10⁻⁵, സാൻഡ്സ്റ്റോൺ 0.9 to 1.2 × 10⁻⁵, ഗ്രാനൈറ്റ് 0.7 to 0.95 10⁻⁵, ബസാൾട്ട് 0.8 to 0.95 × 10⁻⁵, ലൈംസ്റ്റോൺ 0.6 to 0.9 10⁻⁵. ഇതും ഒന്ന് പഠിച്ച് വച്ചേക്കാം. അടുത്തൊരു ചെറിയ ടേബിൾ കൂടെ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മാക്സിമം സൈസിലുള്ള അഗ്രിഗേറ്റ്സ്, ആ അഗ്രിഗേറ്റ്സിൽ എയർ എൻട്രെയിൻഡ് പെർസെൻറ്റേജ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. 20 mm ആണെങ്കിൽ 5 ± 1 ആ ടോളറൻസ് വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. 5ൽ നിന്നൊന്ന് കൂടുകയോ 5ൽ നിന്നൊന്ന് കുറയുകയോ ചെയ്യും അതിൻ്റെ എയർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, എൻട്രെയിൻഡ് ആയിട്ടുള്ള എയർ പെർസെൻറ്റേജ്. 40 mm യൂസ് ചെയ്യുമ്പോൾ അത് വീണ്ടും കുറയും, 4 ± 1 ആയിട്ട് വരും. ഇനി ഈ ഒരു ടേബിളിൽ എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പോഷർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ്, മാക്സിമം ഫ്രീ വാട്ടർ സിമെൻറ്റ്, മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് നോക്കി വെച്ചാലും മതി. പക്ഷേ RCC ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻസ് എല്ലാം RCC ആയതുകൊണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പോൾ മൈൽഡ് ആയാലും മോഡറേറ്റ് ആയാലും മിനിമം സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് 300 തന്നെയാണ് വരുന്നത്. അതേസമയം മാക്സിമം ഫ്രീ വാട്ടർ സിമെൻറ്റ് 300-ന് 0.55ഉം M15-ന് അത് മൈൽഡിന് 0.55ഉം അതുപോലെ മോഡറേറ്റിന് 0.50ഉം ആണ്. അതുപോലെ മൈൽഡിന് യൂസ് ചെയ്യുന്ന ഗ്രേഡ് M20, മോഡറേറ്റിന് M25 ആണ്. സിവിയർ കണ്ടീഷൻ വരുന്ന സമയത്ത് സിവിയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് M20 തന്നെയാണ്. ആ M20 അതുപോലെ മിനിമം സിമെൻറ്റിൻ്റെ 320, മാക്സിമം ഫ്രീ വാട്ടർ സിമെൻറ്റ് 0.45, മിനിമം ഗ്രേഡ് M30 ആണ്. വെരി സിവിയർ എന്ന് പറയുമ്പോഴും 20 തന്നെയാണ് വരുന്നത്. സോ 340, 0.45, M35 ഗ്രേഡ്. എക്സ്ട്രീം M25, 360, 0.40, M40. ഇത് ഒന്ന് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം മിനിമം അല്ലേ നമ്മളിപ്പോൾ ഗ്രേഡ് സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നുള്ളൂ, അപ്പം മാക്സിമം എത്രയെന്നുള്ള കാര്യവും ചോദിക്കാം. മാക്സിമം സിമെൻറ്റ് എത്ര വരെ വരാം, ഏത് ടൈപ്പ്, ഇപ്പം നമ്മൾ മൈൽഡിന് ഇത്ര, മോഡറേറ്റിന് ഇത്ര, സിവിയർ, വെരി സിവിയർ, ഇങ്ങനെ ഓരോ കണ്ടീഷൻസാണ് പറഞ്ഞത്. എക്സ്പോഷർ കണ്ടീഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസിൽ ഏത് കണ്ടീഷൻ വന്നാലും മാക്സിമം സിമെൻറ്റ് കണ്ടൻറ്റ് എത്ര വരെ വരാം എന്ന് ചോദിച്ചാൽ അത് എത്രയാണ്. കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 450 kg/m³. അപ്പം മാക്സിമം സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 450 kg/m³ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ജസ്റ്റ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എങ്കിലും ഒന്ന് പഠിച്ചു വച്ചേക്കുക. അടുത്ത് പറയുന്നതാണ് സ്ട്രിപ്പിംഗ് ടൈം. അടുത്തത് എന്താണ്? സ്ട്രിപ്പിംഗ് ടൈം അല്ലെങ്കിൽ ഡീഷട്ടറിങ് ടൈം എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ ഫോം വർക്ക് റിമൂവ് ചെയ്യുന്നതിൻ്റെ ബേസിസിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ പ്രാവശ്യത്തെ ഓവർസിയറിൻ്റെ ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ എയ്ഡ് ക്വസ്റ്റ്യൻസിനും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ നോക്കാം. ഫസ്റ്റത്തേത് വേർട്ടിക്കൽ ഫ്രെയിം വർക്ക് ടു കോളം വോൾസ് ബീംസ്. വോൾ എന്താണെന്ന് അറിയണം, അതുപോലെ ബീമും സ്ലാബും, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ വെർട്ടിക്കൽ ഫോം വർക്ക് എന്തിനുള്ള, കോളം, വോൾസ്, ബീംസ്, ഇതിനൊക്കെ ആണെങ്കിൽ 1 day ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റേഞ്ച് പറഞ്ഞാൽ 16 to 24 hours എന്ന് പറയാം. ഇനി സോഫിറ്റ് ഫോം വർക്ക് ടു സ്ലാബ്. എന്താണ് സോഫിറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ കൺസ്ട്രക്ഷനിൽ പഠിക്കുന്നുണ്ട്, ഒരു സ്റ്റെയർ അല്ലെങ്കിൽ ഒരു സ്ലാബ്, അതും അല്ലെങ്കിൽ നമ്മുടെ ആർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു അണ്ടർ സർഫസിനെയാണ് നമ്മൾ സോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ലാബിൻ്റെ സോഫിറ്റ് പോർഷൻ്റെ ഫോം വർക്കിനെ കുറിച്ച് പറഞ്ഞാൽ അതിന് 3 days ആണ് വരുന്നത്. ബീമാണെങ്കിൽ 7 days വരും. ഇനി നമ്മളവിടെ പ്രോപ്സ് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലാബിൽ പ്രോപ്സ് കൊടുക്കുമ്പോൾ സ്ലാബിലായാലും ബീമിലായാലും സ്പാൻ ഡിപ്പെൻഡ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ പ്രോപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൊടുക്കുന്ന 4.5 വരെയുള്ള 5 meter വരെയുള്ള സ്പാൻ ആണെങ്കിൽ 7 days-ഉം 4.5-ന് മുകളിലാണെങ്കിൽ 14 days-ഉമാണ് വരുന്നത്. അതുപോലെ ബീം ആർച്ചൊക്കെ ആണെങ്കിൽ സ്പാന് 6 meter 14 days-ഉം 6 meter-ന് മുകളിലാണെങ്കിൽ 21 days-ഉമാണ് വരുന്നത്. അതാണ് അതിൻ്റെ വാല്യൂസ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഗ്രേഡ്സ് ഓഫ് സ്റ്റീലാണ്. എന്താണ് ഗ്രേഡ്സ് ഓഫ് സ്റ്റീൽ എന്ന് നോക്കാം. ഗ്രേഡ്സ് ഓഫ് സ്റ്റീൽ എന്ന് ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്സ് പറഞ്ഞു, അതുപോലെ തന്നെ എന്തിന് നമ്മുടെ സ്റ്റീൽസിനും ഗ്രേഡ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്രേഡ്സിൽ നമ്മുടെ IS 456 കോഡ് ബുക്കിലുള്ള 3 ഗ്രേഡ് എന്ന് പറഞ്ഞാൽ
FE250 ഉണ്ട്, FE415 ഉണ്ട്, FE500 ഉണ്ട്. ഓക്കെ, FE250 എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീലാണ്. FE415 എന്ന് പറയുന്നത് HYSD ബാർ, 500ഉം സെയിം തന്നെ HYSD ബാർ. അപ്പോൾ FE415ഉം FE500ഉം HYSD ബാറും, FE215 എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീലുമാണ്. ഇതിൽ HYSDയുടെ ഫുൾ ഫോം ഒക്കെ ഓവർസിയർ എക്സാംസിന് ചോദിക്കുന്നതാണ്. ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോമബിൾ ബാർ. എന്താണ്? ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോമബിൾ ബാർ. ഡീഫോമബിൾ ബാർ. ഇനി നമ്മൾ സ്റ്റീൽസിൻ്റെയൊക്കെ വെയിറ്റും ഒക്കെ എസ്റ്റിമേഷനിൽ പഠിച്ചൊരു ഇക്വേഷനാണ് വെയിറ്റ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. W=D²/162. ഇത് നമുക്കിവിടെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ TMTയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. TMT എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർ. തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർ. ഇനി ഇതിൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെത്തേഡാണ് നമ്മൾ ഈ കോഡ് ബുക്കിൽ കൂടുതലും മെൻഷൻ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഡിസൈൻസ് എല്ലാം ചെയ്യുന്നത് ഏത് മെത്തേഡെന്ന് ചോദിച്ചാൽ അത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. ഏത് മെത്തേഡിലാണ് നമ്മളിപ്പം ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ മെയിൻലി ഇത് 2 ടൈപ്പിലാണ് പറയുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്ന 2 ടൈപ്പിലുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് കൊളാപ്സ്, അതുപോലെ ലിമിറ്റ് സ്റ്റേറ്റ് സർവീസിബിലിറ്റി. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് കൊളാപ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഫ്ലെക്ചർ, ഷിയർ, ടോർഷൻ, കംപ്രഷൻ. അതേസമയം ലിമിറ്റ് സ്റ്റേറ്റ് സർവീസിബിലിറ്റിയിൽ 2 കാര്യങ്ങളെ വരുന്നുള്ളൂ. ഒന്ന് ഡിഫ്ലക്ഷനും രണ്ടാമത്തേത് ക്രാക്കിങ്ങും. ഇതിൽ തന്നെ നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട അസംഷൻസും കാര്യങ്ങളും എല്ലാം കൂടുതൽ പറയുന്നത് ഫോക്കസ് ചെയ്യേണ്ടത് ഫ്ലെക്ചറിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്ലെക്ചറിൽ പോവാം. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്ലെക്ചർ, ലിമിറ്റ് സ്റ്റേറ്റ് കൊളാപ്സിലാണ്. ലിമിറ്റ് സ്റ്റേറ്റ് കൊളാപ്സിലുള്ള ഫ്ലെക്ചറാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഫ്ലെക്ചറിൽ കുറച്ച് അസംഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അസംഷൻസ് എന്ന് പറയുന്നത്. ഓരോ അസംഷൻസും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാവുന്നതാണ്. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പം എല്ലാ അസംഷൻസും പഠിച്ചു വെച്ചാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് ലിമിറ്റ് സ്റ്റേറ്റ് കൊളാപ്സ് ഫ്ലെക്ചർ. അസംഷൻ നോക്കിക്കേ. പ്ലെയിൻ സെക്ഷൻസ് നോർമൽ ടു ദി ആക്സിസ് റിമൈൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ബെൻഡിങ്ങിന് ശേഷം എന്തായിരിക്കും? പ്ലെയിൻ സെക്ഷൻ പ്ലെയിൻ ആയിട്ട് തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, പ്ലെയിൻ സെക്ഷൻ പ്ലെയിൻ ആയിട്ട് തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. പ്ലെയിൻ സെക്ഷൻസ് നോർമൽ ടു ദ ആക്സിസ് റിമൈൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. പിന്നെ പറയുന്നത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. എന്താണ് മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദി ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഈസ് ടേക്കൺ 0.0035 ഇൻ ബെൻഡിങ്. എത്രയാണ് ഔട്ടർ മോസ്റ്റ് മാക്സിമം സ്ട്രെയിന് ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബറിൽ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. 0.0035 ആണ് ആൻസർ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഈസ് ഇഗ്നോർഡ്. ടെൻസൈൽ സ്ട്രെങ്ത് കോൺക്രീറ്റിൽ ഉണ്ടാകുന്നത് വളരെ കുറച്ചായതുകൊണ്ട് തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്താണ് വിടുന്നത്. അതുപോലെ ഈ സ്ട്രെസ്സ് നമ്മുടെ ഈ കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന ടെൻഷൻ എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അപ്പോൾ മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ എന്ന് ചോദിച്ചാൽ അത് എത്രയാണെന്ന് ചോദിച്ചാൽ FI. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം സ്ട്രെയിന് ഇൻ ദ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ സെക്ഷൻ ഫെയിലുവർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ FI/1.15 ES + 0.002. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആണ് ഇതിലോട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം മെയിൻ പോയിന്റ് വരുന്നത് ഇതാണ്. മാക്സിമം സ്ട്രെയിൻ ഇൻ ദ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ സെക്ഷൻ അറ്റ് ഫെയിലുവർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ FY/1.15 ES + 0.02. FI എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഇൻ സ്റ്റീലും S എന്ന് പറയുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീലും ആണ് വരുന്നത്. ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഒരു ഗ്രാഫ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. സ്ട്രെയിനും സ്ട്രെസ്സിൻ്റെ ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് X ആക്സിസ്, സ്ട്രെസ് Y ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഷേപ്പ് ചോദിച്ചാൽ എന്താണ്?
നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നേ ഉള്ളൂ. പാരാബോളിക് പോലെ വന്നു, പാരാബോളിക് പോലെ വന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ചോദിച്ചാൽ പാരാബോളിക് റെക്റ്റാങ്കിൾ എന്ന് പറയാം. എന്താണ് ഷേപ്പ്? പാരാബോളിക് റെക്റ്റാങ്കിൾ. ഒരു 0.002 വന്നിട്ട് അതുവരെ എന്തായിരുന്നു? പാരാബോളിക് ആയിരുന്നു. അതിന് ശേഷം ഉള്ള പോർഷൻസ് ലീനിയർലി വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മളതിനെ പാരാബോളിക് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു പാരാബോളിക് പോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എല്ലാം ഒരു യൂണിഫോം വേരിയേഷൻസ് ആണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ 1-2 കാര്യങ്ങൾ FCK 0.67 FCK എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ എത്രയാണ്, മാക്സിമം സ്ട്രെയിൻ എത്രയാണ്, ഔട്ടർ മോസ്റ്റ് കംപ്രഷനുള്ള മാക്സിമം സ്ട്രെയിൻ്റെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത് 0.0035. അതുപോലെ ഈ പാരാബോളിക് പോർഷൻ സ്ട്രെസ്സും സ്ട്രെയിൻ ആ പാരാബോളിക് ആയിട്ട് വേരി ചെയ്യുന്നത് എന്ന് പറയുന്നത് 0.002 എന്ന് പറയുന്ന ഒരു വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന വേറൊരു സംഭവമാണ് 0.67 FCK എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ ഇതാണ് കംപ്രസീവ് സ്ട്രെങ്ത്. കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 0.67 FCK ആണ്. ഇനി ഇതിൽ തന്നെ ഡിസൈൻ സ്ട്രെങ്ത് ചോദിച്ചാൽ ഇതാണ് ഡിസൈൻ സ്ട്രെങ്ത്. ഇതിപ്പോൾ കോൺക്രീറ്റിൻ്റെ അല്ല, ഞാൻ സ്റ്റീലിൻ്റെ, നമ്മൾ ജസ്റ്റ് സ്റ്റീലിൻ്റെ എടുക്കുകയാണെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. ഡിസൈൻ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 0.67 FCK ബൈ അവിടുത്തെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ചെയ്താൽ നമുക്കതും കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക, ഈ അസംഷൻസ്. ഇപ്പോൾ പറഞ്ഞ അത്ര അസംഷൻസ് എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക.